ഒളിമ്പിക്സ് മാതൃകയിൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന സ്കൂൾ കായികമേളയുടെ രണ്ടാമത്തെ പതിപ്പാണ് നാളെ തിരുവനന്തപുരം നഗരത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. എല്ലാ ക്രമീകരണങ്ങളും നിലവിൽ വിദ്യാഭ്യാസ വകുപ്പും ഒപ്പം തന്നെ സംഘാടകരും പൂർത്തിയാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയത്? നല്ല രീതിയിൽ തന്നെ നമ്മൾ എല്ലാ പ്രിപ്പറേഷൻസും പൂർത്തിയാക്കിയിട്ടുണ്ട്, പുരോഗമിച്ച് വരുന്നു. ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണുള്ളത്. നാളെ ഉദ്ഘാടനം 4 മണിക്കാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള മാർച്ച് പാസ്റ്റ്, അതേപോലെ കൾച്ചറൽ പെർഫോമൻസ് ആണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. അതിലൊരു റിഹേഴ്സലാണ് കാണുന്നത്. മോർ ദൻ 20,000 കുട്ടികൾ ഈ ഒരാഴ്ച നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ ഉണ്ടാവും. 39 ഇനങ്ങൾ ആൻഡ് 12 വേദികളാണ്. ഒരു വലിയ ഒരു സെലിബ്രേഷൻ ആയിരിക്കാൻ പോകുന്നു. നാളെ 4,000 കുട്ടികളാണ് മാർച്ച് പാസ്റ്റിലും 3,000-ഓളം കുട്ടികളാണ് കൾച്ചറൽ പെർഫോമൻസ്. നാളെ വൈകിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം തന്നെ ഒരു വലിയൊരു, ഇന്ന് ദീപാവലിയാണ്, നാളെ ഒരു ദീപാവലി പോലെയാണ് ഇവിടെ ഒരു സെലിബ്രേഷൻ ആകാൻ പോകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ല ഒരുക്കങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആദ്യമായി ഇത്തവണ സ്വർണ്ണക്കപ്പ് കൂടി കൊടുക്കുന്നുണ്ട് കലോത്സവത്തിന് സമാനമായ രീതിയിൽ. അതിൻ്റെ പ്രയാണം എവിടെ വരെ എത്തി? ഇല്ല, അത് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു. സോ ലാസ്റ്റ് ഇയർ മന്ത്രി പ്രഖ്യാപിച്ചതുപോലെ തന്നെ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഓൺ ദ വേ. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇല്ല, ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ 35 കുട്ടികൾ, നമ്മുടെ വിദേശത്തിന് വരുന്ന കുട്ടികളും ഇന്ന് എത്തിയിട്ടുണ്ട്. അവരെ സ്വീകരിച്ചു. സോ എല്ലാ രീതിയിലും ഒരു ഭിന്നശേഷി കുട്ടികൾ, അവരുടെ സ്പെഷ്യൽ ഗെയിംസ് ഉണ്ട്. മോർ ദൻ അറൗണ്ട് 2,000 കുട്ടികളാണ് ഉള്ളത്. ഇങ്ങനെ എല്ലാ വിഭാഗം, ബോയ്സ്, ഗേൾസ്, സ്പോർട്സ് സ്റ്റാർസ് എല്ലാവരും പങ്കെടുക്കുന്ന ഒരു വലിയ ഒരു സെലിബ്രേഷനാണ്. കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് സെലിബ്രേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. ഐ എം ലുക്കിംഗ് ഫോർവേഡ്. ഈ കാലാവസ്ഥ ഒരു പ്രതികൂലമായി നിൽക്കുന്ന ഒരു ഘട്ടമുണ്ട്. അതിന് ബി പ്ലാൻ ഉണ്ടെന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ സെൻട്രൽ സ്റ്റേഡിയമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വേദി. ഏകദേശം മോർ ദൻ 6 ഇനങ്ങൾ അവിടെ തന്നെ നടക്കുന്നു. അവിടെ നമ്മൾ ഇൻഡോറാണ് ചെയ്തിട്ടുള്ളത്. സോ മഴ വന്നാൽ പ്രശ്നമില്ല. എല്ലാ കാര്യങ്ങളും പ്ലാൻ ബിയോടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പം മറ്റൊരാൾ കൂടി ചേരുന്നുണ്ട്. അതായത് സ്കൂൾ സ്പോർട്സ് കോർഡിനേറ്ററാണ് ഹരീഷ് ശങ്കർ കൂടി ചേരുകയാണ്. ഇതിൻ്റെ ആദ്യം മുതലുള്ള അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട ആളാണ്. എങ്ങനെയുണ്ട് ഈ തവണത്തെ ഈ കായിക മാമാങ്കം നടത്തിയെടുക്കുന്നതിലുള്ളൊരു ആവേശം? വളരെ നല്ല ആവേശമാണ്. കഴിഞ്ഞ 3-4 ദിവസമായിട്ടുണ്ടെന്ന മഴ നമുക്കൊരു തടസ്സം സൃഷ്ടിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഡയറക്ടർ പറഞ്ഞ പോലെ നമ്മൾ എല്ലാത്തിനും ഒരു പ്ലാൻ ബി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നിലവിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ തിരഞ്ഞെടുത്ത വേദികളിൽ മഴ നമ്മൾ വലുതായിട്ട് ബാധിച്ചിട്ടില്ല. ഇന്നും നാളെയും വെയിലുണ്ടെങ്കിൽ വേദികൾ മാറ്റേണ്ട ആവശ്യമില്ല. അഥവാ വേദികൾ മാറ്റേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഓൾട്ടർനേറ്റ് കണ്ടെത്തിയിട്ടുമുണ്ട്. സെൻട്രൽ സ്റ്റേഡിയമാണ് മുഖ്യമായ അട്രാക്ഷനായിട്ട് വരാൻ പോകുന്നത്. നമുക്ക് 12ഓളം ഇനങ്ങളിലാണ് അവിടെ മത്സരം നടക്കാൻ പോകുന്നത്. 6,000-ഓളം കുട്ടികൾ അതിൽ പങ്കെടുക്കും. മറ്റ് ഭക്ഷണ ക്രമീകരണങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. മന്ത്രി തന്നെ നേരിട്ടതൊക്കെ വിലയിരുത്തുകയും ചെയ്തു. നേരിട്ട് തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇന്ന് വൈകിട്ട് 4 മണിക്ക് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അതിൻ്റെ പാലുകാച്ചൽ നിർവഹിക്കുന്നതാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് നമ്മുടെ ചെയർമാൻ GR അനിൽ കലവറ നിറയ്ക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറും ഒപ്പം തന്നെ സ്പോർട്സ് കോർഡിനേറ്ററും ആണ് ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നത്. എല്ലാ വിലയിരുത്തലുകളും നടത്തി അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്ന ഒരു നടപടിക്രമങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. സ്വർണ്ണക്കപ്പും ഒപ്പം തന്നെ ദീപശിഖയും ഒക്കെ നാളെ വൈകിട്ടോടുകൂടി സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തും. ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ, അത് മഴയുണ്ടെങ്കിൽ മറ്റൊരു ബി പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇനങ്ങൾ നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മറ്റ് ഏതെങ്കിലും കായിക ഇനങ്ങൾ നടത്താൻ ബുദ്ധിമുട്ടുണ്ട് അത് ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് മാറ്റി നടത്താനുള്ള തീരുമാനമാണ് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊണ്ടിരിക്കുന്നത്. ഉണ്ണി പാലാഴിക്കൊപ്പം വിജിൻ വായാന്തോട്, മീഡിയ 1.